പലയിടങ്ങളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫസൽ ഗഫൂർ അദ്ദേഹത്തെ ED പിടികൂടിയിരിക്കുകയാണ്. പലതവണ നോട്ടീസ് അയച്ചു, പക്ഷെ അദ്ദേഹം ഹാജരാകുന്നില്ല. എന്താണ്, ഇന്ത്യയിലെ നിയമങ്ങളോട് അദ്ദേഹത്തിന് പുച്ഛമാണോ? അല്ല, ED പിടികൂടി എന്നല്ല ഇപ്പോൾ അറിയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത് ED വരുമെന്ന് ഭയന്ന് അദ്ദേഹം വിദേശയാത്ര മതിയാക്കിയെന്നാണ്. അദ്ദേഹം ഓസ്ട്രേലിയക്ക് കുടുംബസമേതം പോകാനിരുന്നതാണ്. അങ്ങനെ എയർപോർട്ടിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോൾ പാസ്പോർട്ട് എടുത്തുകൊണ്ട് മുങ്ങുകയാണെങ്കിൽ ചിലപ്പം ED തെറ്റിദ്ധരിക്കും, നിങ്ങൾ ഇവിടെ നോട്ടീസ് കിട്ടിയിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അപ്പോൾ വലിയ അഴിമതികൾ നടത്തിയിട്ട് സാമ്പത്തിക കുറ്റങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്, EDക്ക് അപ്പം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, കോടതിയോടൊന്നും ചോദിക്കേണ്ട. രാജ്യം വിട്ടുപോകാൻ പോകുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊരു വിഷമമില്ലല്ലോ. അപ്പം തന്നെ ആ രാജ്യം വിട്ടുപോകുന്നത് തടയാനായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു വിഷയം വരാം. അത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വേർഷൻ. എന്തായാലും ED നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫസൽ ഗഫൂറാണ് പറയേണ്ടത്. അതിനിടയ്ക്ക് വിദേശയാത്ര എന്തുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്നുള്ളതും അദ്ദേഹമാണ് പറയേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഫസൽ ഗഫൂർ ഈ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു കാരണമാക്കാനാണ്. EDക്കെതിരെ അങ്ങനെ ED ഇവിടെയും വന്ന് നമ്മുടെ ഏതാണ്ട് 2 പതിറ്റാണ്ടായി MESന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനായിരിക്കുന്ന ഒരാൾ, അതും ഇലക്ഷൻ വഴിയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ, വളരെ പണ്ഡിതനായ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വിദഗ്ധാഭിപ്രായം പറയുന്ന ഒരാൾ ഇങ്ങനെ അറസ്റ്റിലാകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ, അല്ലെങ്കിൽ അറസ്റ്റിലാക്കാനായിട്ട് ED ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ EDയുടെ ഒരു ഹൈ ഹാൻഡ്, അതുപോലെ തന്നെ അതൊരു BJPയുടെ ഒരു ഹൈ ഹാൻഡ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം വോട്ടുകളെ ഏകീകരിക്കുകയും BJPയെ ഒന്ന് പുറകോട്ടടിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രമാണോ എന്നും കൂടി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. കാരണം ED എയർപോർട്ടിലൊന്നും ചെന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ED പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു തന്ത്രം, ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരോ മുസ്ലിം സംഘടനകളോ ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു തന്ത്രം, ഒരു ഇരവാദം മാത്രമല്ല, അതൊരു വലിയ വിഷയമല്ല. ഇപ്പം ഒരാൾ ഫാമിലിയായിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുമ്പം അയാളെ ചുമ്മാ കയറി അറസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ, വലിയ വിഷയമല്ലേ. അപ്പോൾ അത് പലരിലും ചോദ്യങ്ങൾ ഉയർത്താം. പ്രത്യേകിച്ച് ഫസൽ ഗഫൂറിനെ പോലെ മുസ്ലിം ജനതയ്ക്കിടയിൽ ഇത്രയും സർവ്വസമ്മതനായ ഒരാൾ, ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. അദ്ദേഹത്തിന് നമ്മളൊന്ന് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ തൃപ്തി തോന്നുന്ന വിധത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും മാന്യതയുടെ അങ്ങേയറ്റമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഫസൽ ഗഫൂർ. ഫസൽ ഗഫൂറിനെ വെറും ഒരു തീവ്രവാദിയെ പോലെ കാണാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ചിലപ്പോൾ തീവ്രമായിരിക്കാം, ചിലത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പം തീവ്രമായിരിക്കാം. പക്ഷേ അതായത് പൗരത്വ ഭേദഗതി സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും തന്നെയാണ്. ഈ മോദിയെ എങ്ങനെ താഴെ ഇറക്കാമെന്ന് പറഞ്ഞൊരു തന്ത്രം അദ്ദേഹം ഉണ്ടാക്കിയുണ്ടായി. മുസ്ലിങ്ങളും പിന്നോക്കക്കാരും, അതായത് ഹിന്ദുവിലെ പിന്നോക്ക വിഭാഗങ്ങളെ വീണ്ടും മറ്റേ അടിമത്തവും അല്ലെങ്കിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂട്ടി മുസ്ലിം പോപ്പുലേഷനും ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 50% അടുപ്പിച്ച് വരും. അതോടെ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്ത്യ ഇനി എന്നും മുസ്ലിം പ്രധാനമന്ത്രിയായിരിക്കും ഭരിക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ട്. അതുപോലെ തന്നെ മാറുമറയ്ക്കുന്നതിനെക്കുറിച്ചും മാറുമറയ്ക്കാത്തതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ തട്ടമിടാം, പക്ഷേ മുഖം മറയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ വലിയ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പലപ്പോഴും വലിയ അതിർത്തിയും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് ചിലപ്പോൾ ബ്രേക്കൊന്നുമില്ല. അദ്ദേഹം ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളയും. അദ്ദേഹം ജനാധിപത്യപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയല്ല, അതൊരു സാമുദായിക പാർട്ടിയാണ്. BJP വർഗീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ശിവസേന വർഗീയ പാർട്ടിയാണ്, പക്ഷേ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞോളയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലികളാണ്. അതൊരു മലബാർ രാഷ്ട്രീയം ഒരു UDFിലേക്ക് മാറ്റുന്ന ഒരു ചില നീക്കങ്ങൾ ഉണ്ടാകുന്നല്ലോ, വൻ തന്ത്രങ്ങളാണ്. അതായത് ഒരു വോട്ട് പോലും പാഴാവരുത്. ഏതാണ്ട് 95 ലക്ഷത്തിലധികം വരുന്ന ജമാഅത്തെ ഇസ്ലാമി വരെ പലയിടങ്ങളിൽ മത്സരിക്കുകയാണ് കോൺഗ്രസിനായി. ഇത് പല രൂപത്തിലാണ് സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ സ്വതന്ത്രരാകുമ്പം വെൽഫെയർ പാർട്ടി സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പം അത് സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് UDFന് പിന്തുണ കൊടുക്കാം. അപ്പോൾ അവർക്ക് ആ വർഗീയതയിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാകാം. എന്നാൽ എതിർ സൈഡിലേക്ക് അവർ വർഗീയത ആരോപിക്കുകയും ചെയ്യാം. വർഗീയതയെ CPM പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞവർക്ക് CPMനെ എതിർക്കാം. BJP വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് BJPയെ എതിർക്കാം. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് UDFന് നിൽക്കാനുള്ള സ്റ്റാൻഡാണ് സ്വതന്ത്രൻ. അതിൻ്റെ ചിഹ്നം ഇല്ല എന്നുകൊണ്ട് അയാൾ സ്വതന്ത്രനാണ്. അല്ല, ഈ മലബാർ മേഖലയിൽ കോൺഗ്രസ് കൈവിട്ട കളിയിലേക്ക് പോവുകയാണ്. മലബാർ മേഖലയിൽ മാത്രമല്ല, കേരളം ഒട്ടാകെ
അത്തരത്തിൽ ഒരു പൊളിറ്റിക്സാണ് ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ സർവൈവലാണ്. ഈ ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിൽ ഇനി 26-ൽ വരുന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിലെങ്ങനെയെങ്കിലും സമാസമമെങ്കിലും പിടിച്ച് നിൽക്കുന്ന ഒരു UDF ആയി നമ്മൾ മാറണമെന്ന ചിന്താഗതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് മുസ്ലിം ലീഗ് അതിനേക്കാൾ തീവ്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന SDP ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, എല്ലാം വെൽഫെയർ പാർട്ടി ആവട്ടെ, എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. അതായത് 95 ലക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ വോട്ടറുള്ള മുഴുവൻ പേരും UDFിൻ്റെ പെട്ടിയിൽ ഇടണം. അപ്പം അത് വലിയൊരു കണക്കാണ്. 2.76 വരുന്ന കോടി വരുന്ന വോട്ടിൽ 1 കോടി തന്നെ അങ്ങനെ അവർക്ക് പിടിക്കാൻ, 1 കോടിക്ക് അടുപ്പിച്ച് അങ്ങനെ പിടിക്കാൻ കഴിയും. പിന്നെ കുറച്ച് ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൂടെ കിട്ടുമ്പോൾ അവർക്ക് ഭൂരിപക്ഷത്തിന് ഏതാണ്ട് 45-50% അടുപ്പിച്ച് വരുന്ന ഒരു പെർസെൻറ്റേജ് അങ്ങനെ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ അത്രയും പോലും വേണ്ട, ത്രികോണ മത്സരം നടക്കുമ്പം 40-41 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വൻ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പം ആ കൺസോളിഡേഷൻ, മുസ്ലിം കൺസോളിഡേഷൻ കുറച്ച് പിന്നെ ഏതാണ്ട് അത്രയും വന്നില്ലെങ്കിലും അതുപോലൊരു ക്രിസ്ത്യൻ കൺസോളിഡേഷനും വരികയും ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണവും അത് കഴിഞ്ഞാൽ വരുന്ന 26-ലെ ഭരണവും പിടിക്കാമെന്നുള്ളതും കൂടെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഫസൽ ഗഫൂറിൻ്റെ അടക്കമുള്ള അറസ്റ്റും വിഷയങ്ങളും ഒരു പക്ഷേ ഒരു നാടകമാണോ എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ്. പക്ഷെ നാടകങ്ങൾക്കനുസരിച്ച് കേരള ജനത മാറുമോ? പറയാൻ പറ്റില്ല. കാരണം പിന്നെ കേരള ജനത മാറിയില്ലെങ്കിലും മുസ്ലിം ജനതയിൽ അതൊരു ഭീതി ഉണ്ടാക്കാം. ഫസൽ ഗഫൂറിനെ പോലൊരാളെ ഫാമിലിയായിട്ട് ഒരു ഹോളിഡേക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ, ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു ഹൈപ്പായിട്ട് വരാം. EDയെ കൊണ്ട് BJP പിന്നെ മുസ്ലിം നേതാക്കളെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ വളഞ്ഞിട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു വ്യാഖ്യാനമായിട്ട് ഇലക്ഷൻ കൊണ്ടുവന്നാൽ, ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദു വോട്ടുകൾ ഒന്നും പോയില്ലെങ്കിലും ഒന്നും കൂടുതൽ കിട്ടിയില്ലെങ്കിലും മുസ്ലിം വോട്ടുകളിൽ പൂർണ്ണമായ കൺസോളിഡേഷൻ പല വിഷയങ്ങളായിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ട് യു ആർ ഇൻ ഡേഞ്ചർ, നിങ്ങൾ അപായത്തിലാണ് മുസ്ലിങ്ങളെ എന്ന് പറയാനുള്ളൊരു അവസരം കിട്ടും. അതാണ് അതിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്നുള്ളതാണ് പുതിയതായി വിലയിരുത്തുന്ന ഒരു കാര്യം. മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി CPM വലിയ ശ്രമം നടത്തുന്നുണ്ടല്ലോ. CPMൻ്റെ ഇത് വിജയിക്കാൻ സാധ്യതയില്ല. കാരണം CPMനെ മുസ്ലിങ്ങൾ അത്രത്തോളം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് CPM നേരിടുന്ന ഒരു വൈതരണി. CPM ഹിന്ദുവിന് വേണ്ടിയും മുസ്ലിമിന് വേണ്ടിയും ഒക്കെ പല നാടകങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് പൂർണ്ണമായും അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും ഹിന്ദുക്കളാണ് കുറച്ചുകൂടെ CPMനോടൊപ്പം നിൽക്കുന്നത്. മുസ്ലിങ്ങളിൽ അത്ര പോലും ഇപ്പോൾ സ്വീകാര്യത ഇല്ല. അതുകൊണ്ട് നോർത്ത് കേരളയിൽ അത്തരത്തിലൊരു നേട്ടം ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളതാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് നമ്മൾ 13-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേരളം ഒരു മതരാഷ്ട്രീയത്തിലേക്ക് മാറിയോ? കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട്. ഇതിനെയൊക്കെ കുറച്ച് തടുത്ത് നിർത്തിയിരുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. CPM പിന്നെ മാറിയതോടുകൂടി പണ്ട് ആരോ പറഞ്ഞ പോലെ, നമ്മൾ വടക്കായ നിൻ്റെ ഉമ്മ വടക്കാവും, നിൻ്റെ ഉമ്മ വടക്കായ നാട് മുഴുവൻ വടക്കാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഒരുപാട് വടക്കായി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും ശക്തിയുള്ള ഒരു സംവിധാനമായിരുന്നു CPM. എല്ലായിടത്തും പലതിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു CPM. ആ CPMന് ദൗർബല്യം വന്നിട്ടുണ്ടെങ്കിൽ, CPM മലീമസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ ഒട്ടൊന്നുമല്ല വലിയ തോതിൽ ബാധിക്കാൻ പോവുകയാണ്. CPMൻ്റെ ഇൻറ്റഗ്രിറ്റി, CPMൻ്റെ ആദർശശുദ്ധി, CPMൻ്റെ കേഡറിലുണ്ടായിരിക്കുന്ന ഒരു മൂല്യച്യുതി, നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന വലിയ മൂല്യച്യുതി, ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളായിരിക്കുകയാണ്. വലിയ തോതിൽ ഇനിയും പ്രകടമാകുന്നതാണ് നമുക്ക് കാണാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.